പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇന്ന് ഇറാന്റെ കരുത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല. വെറുമൊരു സൈനിക നീക്കത്തിന് അപ്പുറം മേഖലയെ ഒരു പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിച്ചുകൊണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും കൃത്യമായ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഇന്ധന വിപണിയെ നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് തളർത്താൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകുകയാണ് ഇറാൻ. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ തന്ത്രപരമായ നീക്കങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങൾക്കും മിസൈൽ ഡ്രോൺ കരുത്തിനുമെതിരെ ഇപ്പോൾ 12 അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ റിയാദിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. GCC രാജ്യങ്ങളും ഈജിപ്റ്റ്, ജോർദാൻ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും ചേർന്ന് ഇറാനെതിരെ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മേഖലയിലെ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഭീഷണിയും അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇറാന്റെ ആത്മവിശ്വാസമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ബോധ്യം ഇറാൻ ലോകത്തിന് നൽകി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്? ദശാബ്ദങ്ങളായി അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ആ രാജ്യത്തിന്റെ വളർച്ചയെ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ മാർഗമാണ് സൈനികവും സാമ്പത്തികവുമായ സമ്മർദ്ദ തന്ത്രം. ഹോർമുസ് കടലിടുക്കിന് നേരെ ഇറാൻ നടത്തുന്ന ഓരോ നീക്കവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഇറാൻ അമേരിക്കയെ ചർച്ചാ മേശയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത്. റിയാദിൽ ചേർന്ന 12 രാജ്യങ്ങളുടെ യോഗം ഇറാന്റെ പ്രകോപനങ്ങൾ മേഖലയുടെ സമാധാനത്തിന് തുരങ്കം വെക്കുന്നു എന്ന് ആരോപിക്കുമ്പോഴും ഇറാൻ ഉയർത്തുന്ന വാദം തങ്ങളുടെ പരമാധികാരത്തെയും അതിർത്തികളെയും സംരക്ഷിക്കുക എന്നതാണ്. മേഖലയിലെ വിദേശ ശക്തികളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ അവിടുത്തെ രാജ്യങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നുമാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ മിസൈൽ ഡ്രോൺ കരുത്ത് ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് ശത്രുക്കളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പ്രതിരോധ കവചമാണ് എന്ന് ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 12 രാജ്യങ്ങൾ ചേർന്ന് ഇറാനെതിരെ ഒന്നിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയവും സൈനികവുമായ തന്ത്രങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ആഗോള വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കാനുള്ള തങ്ങളുടെ ശേഷി ഒരു ആയുധമാക്കി മാറ്റുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് ഉപരോധങ്ങളും മറുവശത്ത് 12 രാജ്യങ്ങളുടെ സഖ്യവും നിൽക്കുമ്പോൾ ഇറാൻ എങ്ങനെ ഈ സാമ്പത്തിക യുദ്ധത്തെ നേരിടുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ഓരോ നീക്കവും ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.